ചേട്ടാ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഈ സമയത്ത് ഉണ്ടായിരുന്നു? അതെ, ആദ്യം ചില്ലാണ് പൊട്ടിത്തെറിച്ചത്. ചില്ല് പൊട്ടിത്തെറിച്ചതിന് ശേഷം ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വന്നു. അതിനുശേഷം പെട്ടെന്ന് പുകയൊക്കെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തീ പിടിക്കുകയാണ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയിലായി പുക. അതിന് ശേഷമാണ് പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നത്. പിന്നെ അവരെ എടുത്തുകൊണ്ട് പോയി. അപ്പോഴേ അവിടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. എടുക്കുമ്പോഴത്തേനും ജീവനുണ്ടായിരുന്നു? ജീവനില്ലായിരുന്നു. രണ്ടുപേരുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ഒരു പെൺകുട്ടിയാണ്. പിന്നെ വന്നത് സ്കൂട്ടറിൽ വന്നത് ആണാണോ പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞൂടാ. പെൺകുട്ടിയാണെന്നാണ് പോലീസുകാർ പറഞ്ഞത്. അത് അറിഞ്ഞൂടാ. അവർക്ക് ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടാനൊരു സമയം കിട്ടിയില്ല. ഈ ബ്ലാസ്റ്റും തീപിടുത്തം ഒന്നിച്ചുണ്ടായി. അതിനകത്തുള്ള ഗ്യാസ് മറ്റേ AC-യുടെ എല്ലാം കത്തിപ്പോയെന്നാണ് കണ്ടത്. പോലീസുകാർ നോക്കിയപ്പോൾ AC എല്ലാം മൊത്തം കത്തി ഇരിക്കുകയാണ്. കണ്ണാടിച്ചില്ലിങ്ങനെ പൊട്ടി. ആദ്യം കണ്ണാടിച്ചില്ല് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. കണ്ണാടിച്ചില്ല് പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് ബാക്കി സംഭവങ്ങളെല്ലാം. പിന്നെ പുക വന്നു. അത് കഴിഞ്ഞ് ഭയങ്കരമായി തീ. സുഹേല, മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം സ്ഥലത്തിൻ്റെ ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹം അവിടേക്ക് സന്ദർശനം നടത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴാണ് മന്ത്രി വി ശിവൻകുട്ടി ഇവിടേക്ക് എത്തിയത്. ദാരുണമായ സംഭവമാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല സുഹേല, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുക, അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ആ തീപിടുത്തം മാറുമെന്നുള്ള കാര്യം നാട്ടുകാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ, ആ ക്യാബിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെ ഒരു തരത്തിലാണ്. അത് മാത്രമല്ല അതുപോലൊരു AC പൊട്ടിത്തെറിക്കുന്നത് പോലൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ക്യാബിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ നിർമ്മിതി. ആ ക്യാബിന് അങ്ങനെ ഒരു കണ്ണാടി കൂട് പോലെയുള്ള ഒരു നിർമ്മിതിയാണ്. തൊട്ട് താഴേക്ക് തന്നെ നമുക്ക് കാണാം. താഴത്തെ കടകളിലൊക്കെ സമാനമായി തന്നെ ആ കണ്ണാടി ചില്ല് പോലുള്ള നിർമ്മിതി നമുക്ക് കാണാം. സമാനമായൊരു നിർമ്മിതിയായിരിക്കും അവിടെയും ഉണ്ടാവുക. വളരെ ചുരുങ്ങിയൊരു സ്പേസാണത്. അതിനുള്ളിലായിരിക്കണം ഇവരുണ്ടായിരുന്നത്. ഈ ജീവനക്കാരി അടക്കമുള്ള 2 പേരുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച ആ നാട്ടുകാരൻ പറയുന്നത് അദ്ദേഹം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സ്കൂട്ടർ ഇവിടെ പുറത്തിരിപ്പുണ്ടായിരുന്നു. ആ സ്കൂട്ടർ ഒരുപക്ഷെ ഈ വന്ന കസ്റ്റമറിൻ്റേതാകാം. അതൊരു സ്ത്രീ ആയിരിക്കാനുള്ള സംശയം പോലീസ് നൽകിയതായാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും മന്ത്രി വി ശിവൻകുട്ടി സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതിനുശേഷം മന്ത്രി വി ശിവൻകുട്ടി പുറത്തേക്ക് വരും. അദ്ദേഹം ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാകും എന്ന് മനസ്സിലാക്കുന്നു. ദാരുണമായ സംഭവമാണ് സുഹേൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തിരുവനന്തപുരം നഗരത്തിന് തൊട്ടടുത്താണ്, വളരെ അടുത്താണ്. പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ പാപ്പനംകോട് എന്ന് പറയുന്ന സ്ഥലം. അതും പാപ്പനംകോട് പ്രധാനപ്പെട്ട റോഡിൻ്റെ വശത്ത് തന്നെയാണ്. പ്രധാനപ്പെട്ട റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ് ഈ 2 നില ബിൽഡിംഗ് ഉള്ളത്. അതും ചെറിയ കടകളാണ്. ചെറിയ കടകൾ, വളരെ സ്പേസ് കുറഞ്ഞ കടകളാണ്. ആ കടകൾക്കുള്ളിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം ഉണ്ടാകുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്ലാസ് ചേമ്പർ പോലെ അത് കാണപ്പെട്ടിരുന്നു. സ്വാഭാവികമായി AC-ക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വാതകം പുറത്തേക്ക് വന്നാൽ അതുണ്ടാക്കുന്ന പ്രതിഫലനം അത് ഇരട്ടിയായിരിക്കും. കാരണം തീപിടുത്തവും ഉണ്ടായി ഈ വാതകം കൂടി കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി അതൊരു പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കും. കാരണം അങ്ങനെ ഒരു നിർമ്മിതിയാണ് ആ ക്യാബിനുള്ളത്. അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്താണെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നുണ്ട്. അവർ അതിനുശേഷം പറയും. നേരത്തെ റീജിയണൽ ഫയർ ഓഫീസർ പറഞ്ഞതുപോലും സമാനമായി AC-യിൽ പൊട്ടിത്തെറി ഉണ്ടായി, AC പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നൊരു പ്രാഥമിക വിവരമാണ് റീജിയണൽ ഫയർഫോഴ്സ് ഓഫീസർ വ്യക്തമാക്കിയത്. ഇനി ഒരാൾ ആരായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.